بسم الله الرحمن الرحيم إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. സ്നേഹ ബഹുമാനമുള്ള സഹോദരന്മാരെ, സലാമുൻ അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതാണ്ട് ആഴ്ചകളോളം കേരളത്തിലുടനീളം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കേശ വിവാദം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് എന്നതിനെക്കുറിച്ച് പലരും പലപ്പോഴും ചിന്തിക്കാറില്ല. കേരളം എന്നത് അന്ധവിശ്വാസങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വേരുറക്കുന്ന ഒരു രാജ്യമാണ് എന്ന് നമുക്കേവർക്കും അറിയാം. കേരള ജനത വിശ്വാസപരമായി ചൂഷണം ചെയ്യപ്പെട്ടതിന് ലോകത്ത് മറ്റൊരു രാജ്യം ഉദാഹരണമായി പറയാൻ സാധിക്കില്ലെന്നാണ് തോന്നുന്നത്. അതിലേറെ ഖേദകരം, ഇവിടെ നടക്കുന്ന ചൂഷണങ്ങളിൽ 90% മതത്തിൻ്റെ പേരിലാണ് എന്നതാണ്. അതോടൊപ്പം ഏറ്റവും ചൂഷണങ്ങൾ അരങ്ങേറുന്നത് മുസ്ലിം സമുദായത്തിലാണ് എന്നതാണ് അതിലപ്പുറം ഖേദകരം. ഇതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. വളരെ പ്രാധാന്യമർഹിക്കുന്ന കാരണം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആൻ മനസ്സിലാക്കുകയോ അതിന് അർഹിക്കുന്ന അംഗീകാരം നൽകുകയോ ചെയ്തില്ല എന്നതാണ്. ഗവേഷകന്മാരാണ്, ഞങ്ങൾ ഈ സമുദായത്തെ നന്മയിലേക്ക് നയിക്കുന്നവരാണ്, പുരോഗതിയിലേക്ക് ഉയർത്തുന്നവരാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും ഖുർആൻ സത്യത്തിൽ പഠിച്ചിട്ടില്ല എന്നത് വ്യക്തമായ തെളിവുകളോടുകൂടി നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. വിഷയം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്ലച്ച് പിടിക്കാത്ത കേശവിവാദം. ഇതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. പക്ഷേ അതിനു മുൻപ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ മതസംഘടനകളും അവരുടെ നേതാക്കന്മാർ പോലും ഖുർആൻ പഠിച്ചിട്ടില്ല എന്നതിന് വ്യക്തമായ ചില രേഖകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യം അവതരിപ്പിക്കുകയാണ്. മുസ്ലിം സ്ത്രീകൾ എന്നെന്നും മതത്തിൻ്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ഇസ്ലാമിന് അപ്പുറത്തുള്ള, ഇസ്ലാമിനെ വിമർശന ബുദ്ധിയോടുകൂടി കാണുന്ന ചില ആളുകൾ, അതല്ലെങ്കിൽ ചില സംഘടനകൾ ഇസ്ലാം സ്ത്രീക്ക് അർഹമായ അംഗീകാരം നൽകിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട്. അതിനു മുൻപ്, ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപ്, ഇസ്ലാമിൻ്റെ പേരിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 90%-ലധികം മുസ്ലിം സമുദായക്കാരും ഇന്ന് മതമായി അംഗീകരിക്കുന്ന വിഷയങ്ങൾ കൊണ്ട് പോലും മുസ്ലിം സ്ത്രീ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കലാണ്. നമുക്കേവർക്കും അറിയാം, ഇന്ന് മുസ്ലിം സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ 4 മാസവും 10 ദിവസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇദ്ദ എന്ന പേരിൽ ഒരു ഇരുത്തം ആചരിക്കുന്നുണ്ട്. ഇദ്ദ ഇരിക്കുക എന്ന് തന്നെയാണ് അതിന് പറയാറുള്ളതും. ഇരിക്കൽ തന്നെയാണ് നടക്കുന്നതും. ആഘോഷങ്ങൾക്കോ മറ്റ് കുടുംബങ്ങളിലും ഒക്കെ നടക്കുന്ന
മറ്റു പരിപാടികൾക്കൊന്നും പോകാതെ ആഭരണങ്ങളെല്ലാം അഴിച്ചുമാറ്റി വെള്ളവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഏർപ്പാട്. ഇതിന് ഇവിടെ 24 കാരറ്റുള്ള സുന്നികൾ മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിനെ സ്ഫുടം ചെയ്ത് ശരിയായ ദിശയിലേക്ക് നയിക്കാൻ വന്നവരാണ് ഞങ്ങളെന്ന അഭിമാനത്തോടുകൂടി പറയുന്ന പുത്തൻ പ്രസ്ഥാനക്കാരും ഈ വിഷയത്തിൽ ഒപ്പമുണ്ട്. സത്യത്തിൽ എന്താണ് ഖുർആൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്? വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശ്റ. ഭാര്യമാര്, ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയ സ്ത്രീകൾ അഥവാ വിധവകൾ, മരണം കൊണ്ട് ഭർത്താക്കന്മാരുടെ മരണം മൂലം വിധവകളായ സ്ത്രീകൾ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശ്റ, 4 മാസവും 10 ദിവസവും അവർ പ്രതീക്ഷിക്കട്ടെ. ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് 4 മാസവും 10 ദിവസവും എന്ന് ഇന്ന് ഇദ്ദ എന്ന പേരിൽ വീട്ടിന്റെ പടിക്ക് പുറത്തിറങ്ങാതെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് തനിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഒരു ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് ഇടയിലുള്ള കാലയളവാണ് ഈ പറയുന്നത്. എന്തേ കാരണം? ഇങ്ങനെ 4 മാസവും 10 ദിവസവും ഒരു വിവാഹം ചെയ്യാതെ ഇരിക്കേണ്ടതുണ്ട്. ഇരിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിൽ അടഞ്ഞ് മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടിരിക്കുന്ന ഇരുത്തമല്ല. ഒരു വിവാഹം മറ്റൊരു വിവാഹം ചെയ്യരുത് ഈ കാലയളവിൽ. ഏത് കാലത്ത്? മുഹമ്മദ് നബി ഇസ്ലാമിന്റെ സുന്ദരമായ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്. അതേസമയം 4 മാസവും 10 ദിവസവും എന്നത് എക്കാലത്തേക്കുമുള്ള ഒരു കണക്കല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പഠിപ്പിക്കുകയുണ്ടായി. വഉലാത്തുൽ അഹ്മാലി ഫഇദ്ദത്തുഹുന്ന അൻ യദഅന ഹംലഹുന്ന. ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ ഇദ്ദ അവർ പ്രസവിക്കുന്നത് വരെയാണ്. ഭർത്താവ് 5 മണിക്ക് മരിച്ചു, 5:01 ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇദ്ദ തീർന്നു എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ 4 മാസത്തിന് പോയിട്ട് 4 സെക്കൻഡിന് പോലും അവിടെ പ്രസക്തിയില്ല. അപ്പോൾ പിന്നെ എന്തിന് ഇത് പറഞ്ഞു? മുഹമ്മദ് നബിയുടെ കാലത്ത് ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടോ ഇല്ലേ എന്നറിയാൻ ഇത്രയും കാലം കാത്തിരിക്കലല്ലാതെ മറ്റു വകുപ്പുകളില്ല എന്നതുകൊണ്ട് തന്നെ. അതല്ലെങ്കിൽ 4 മാസവും 10 ദിവസവും വ്യക്തമായ ആ കണക്ക് ഏതവസ്ഥയിലും വേണ്ടതാണ്, പ്രസവം കൊണ്ടൊന്നും അത് ഒഴിവാകില്ല എന്ന് പറയേണ്ടിയിരുന്നു. ഇതിന്റെ കാരണം മരണപ്പെട്ടു പോയ അഥവാ പരേതന് ഈ സ്ത്രീയിൽ വല്ല കുഞ്ഞും ജനിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് പരേതന്റെ കുഞ്ഞായി തന്നെ അറിയപ്പെടണം. അതോടൊപ്പം ഇസ്ലാം ഫർള് എന്ന് വളരെ ഗൗരവമായി പറഞ്ഞ 2-3 കാര്യങ്ങളിൽ ഒന്നാണ് അനന്തരാവകാശം. ആ അനന്തരാവകാശം ഈ കുഞ്ഞിന്റെ പിതാവ് പരേതനാണെങ്കിൽ ആ പരേതന്റെ അവകാശം ഒരിക്കലും നിഷേധിച്ചുകൂടാ. അതേപോലെ പിതൃത്വം നിഷേധിച്ചുകൂടാ. ഇതാണതിന്റെ കാരണം. മാത്രമല്ല വലാ യഹില്ലു ലഹുന്ന അൻ യക്തുംന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന. സ്ത്രീകൾ അവരുടെ ഗർഭത്തിൽ അവരുടെ ഗർഭപാത്രങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ചതിനെ മറച്ചു വെക്കരുത്. അതവർക്ക് അനുവദനീയമല്ല. കുഞ്ഞുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിന്റെ മരണത്തിന്റെ ഉടനെ വിവാഹിതയാകണം, വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് തന്റെ ഗർഭം മറച്ചു വെക്കാൻ മുതിർന്നാൽ പോലും അതിന്റെ പരിധി പോലും വിടുന്ന ഒരു കാലഘട്ടമാണ് ഈ 4 മാസവും 10 ദിവസവും. അത് പ്രത്യേകം മനസ്സിലാക്കണം. പക്ഷെ ഇന്ന് അസ്ർ ബാങ്ക് കൊടുത്തു, കുറച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ബാങ്കുകൾ കൊടുക്കും. അതേപോലെ ആ സമയത്ത് നമസ്കാരം നടക്കും. ഏതെങ്കിലും ഒരു മുക്രിയോ മുസ്ലിയാരോ ഖതീബോ കലണ്ടർ നോക്കിയല്ലാതെ ബാങ്ക് കൊടുക്കുന്നില്ല, ഇക്കാമത്ത് കൊടുക്കുന്നില്ല, ഒന്നുമില്ല. ആരും സൂര്യൻ അസ്തമിച്ചോന്നും പോയി നോക്കുന്നില്ല. ഇത് ശാസ്ത്രത്തിന്റെ കണക്കാണ്. ഈ കണക്ക് പോലെ തന്നെ
ഒരു പെണ്ണിന് ഗർഭമുണ്ടോ ഇല്ലേ എന്നറിയാൻ അള്ളാഹുവിൻ്റേത് തന്നെയായ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നും അത് മാസം കാണുന്നിടത്തും ബാങ്ക് വിളിക്കുന്നിടത്തും പെരുന്നാൾ ഉറപ്പിക്കുന്നിടത്തും മാത്രമേ പാടുള്ളൂ എന്ന വിചിത്രവാദം ഇസ്ലാമിന് അന്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഇതടക്കമുള്ള വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ജനങ്ങളിൽ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പുരോഹിതന്മാരിലും പണ്ഡിതന്മാരിലുമുള്ള അധികം ആളുകളും ഭൂരിപക്ഷം ആളുകളും 50ന്റെ മുകളിലേക്ക് 51% ഉണ്ടായാൽ മാത്രമേ ഈ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ, ഈ പദം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പുരോഹിതന്മാരിലും പണ്ഡിതന്മാരിലുമുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ലയഅകുലൂന അംവാലൻ നാസി, ജനങ്ങളുടെ മുതൽ അവർ ഭക്ഷിക്കുക തന്നെ ചെയ്യും, ബിൽ ബാത്തുലി, അന്യായമായി, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ദൈവമാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ വഴി തെറ്റിക്കുകയും ചെയ്യും. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ 43-ാം സൂക്തത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. ഇത് മുസ്ലിം ലോകത്തിനെന്നല്ല മനുഷ്യകുലത്തിന് തന്നെ ഒരു താക്കീതായിട്ടാണ് ഖുർആൻ പറയുന്നത്. കാരണം എന്നും മതരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, മതത്തെ കുട്ടിച്ചോറാക്കിയിട്ടുള്ളത്, മതത്തെ ദുരന്തം വെച്ചിട്ടുള്ളത്, മതരംഗത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് പുരോഹിതൻ മാത്രമാണ്. ദൈവഭക്തന്മാരല്ലാത്ത, അള്ളാഹുവിനെ ഭയമില്ലാത്ത, അള്ളാഹുവിനെ വേണ്ടും വിധം കണക്കാക്കിയിട്ടില്ലാത്ത പുരോഹിത വർഗങ്ങളാണ് എക്കാലത്തും എവിടെയും പ്രശ്നങ്ങൾ മതരംഗത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെയും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഈ അടുത്ത കാലത്ത് എന്തെല്ലാം തട്ടിപ്പുകളും വെട്ടിപ്പുകളും അതേപോലെ ചൂഷണങ്ങളും കേരളത്തിൽ നടന്നു മതത്തിന്റെ പേരിൽ. നിങ്ങൾ കേട്ടിരിക്കും, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ചില സ്ഥലങ്ങളിൽ ഒരു വീടോ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളോ ഉടമപ്പെടുത്തുകയും അവിടെ മാസങ്ങളോളം അതല്ലെങ്കിൽ ദിവസങ്ങളോളം സ്ഥിരതാമസമാക്കുകയും തന്റെ കയ്യിൽ ഒരു പ്രത്യേകമായ മന്ത്രമുണ്ട്, ആ മന്ത്രത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്ന വെള്ളം, ആ മന്ത്രം നിങ്ങൾ കൊണ്ടുവരുന്ന വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഊതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന് പരസ്യം ചെയ്തുകൊണ്ട് കേരളത്തിലുടനീളം ഓടി നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. വാട്ടർ ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഫക്കീർ ഉപ്പാപ്പ. താനൂർ, പരപ്പനങ്ങാടി, മലപ്പുറം, വെളാഞ്ചേരി, പെരിന്തൽമണ്ണ, തൃശൂർ തുടങ്ങിയ നാട്ടിന്റെ, നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ഒട്ടനവധി സ്ഥലങ്ങളിൽ, ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ അങ്ങനെ ആളുകൾ വലിയ വലിയ ക്യാനുമായി അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും, ജാതി മത ഭേദമന്യേ. അത് കുറെ കാലം ആ തട്ടിപ്പ് നടന്നു. അന്നും നേതൃത്വം നൽകിയത്, ആ വെള്ള ഊത്തിന് അതല്ലെങ്കിൽ ആ മന്ത്രത്തിന്, ആ ക്യൂ നിൽക്കലിന് പരസ്യം നൽകിയത്, അതിന് പ്രചാരണം നൽകിയത് പുരോഹിതന്മാരായിരുന്നു. താനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കോർമൻ കടപ്പുറം എന്നിടത്ത് ഒരു വലിയ പള്ളി സ്ഥാപിച്ചു അയാൾ. ആ പള്ളിയിൽ 40 കുട്ടികളെ ദർസ് പഠിക്കാൻ കൊണ്ടുവന്നു, 2 മുദരിസന്മാരെയും കൊണ്ടുവന്നു. എന്നിട്ട് ഈ മുദരിസുമാർ ഒരു ബുക്ക്, 2 പേരും കൂടിയിട്ട് ഒരു പുസ്തകം, 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഒരാൾ തന്റെ അനുഭവം വിവരിക്കുകയാണ്. ഞാൻ വല്ലാതെ വളരെ വലുതായി വലിയ സമയങ്ങൾ പ്രസംഗിച്ചിരുന്നു. അങ്ങനെ പ്രസംഗം കുറെ കാലം കഴിഞ്ഞപ്പോൾ, ഈ പ്രവർത്തനം തുടർന്നപ്പോൾ എന്റെ ശബ്ദത്തിന് തകരാറുണ്ടായി. പിന്നീട് എനിക്ക് പ്രസംഗിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഉപ്പാപ്പയുടെ ഈ വിഷയം അറിയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം സർട്ടിഫൈ ചെയ്യുകയാണ്. ഇതേപോലെ മറ്റൊരു പുരോഹിതനും. ഇങ്ങനെ നാട്ടിന്റെ നാനാഭാഗങ്ങളിൽ എന്തെല്ലാം തട്ടിപ്പും വെട്ടിപ്പുമുണ്ടോ അതെല്ലാം അതിന്റെ പിന്നിൽ പുരോഹിതന്മാരാണ് പരസ്യം ചെയ്തിരുന്നത് എന്നതാണ് വളരെ വേദനാജനകം. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രശസ്തിയുള്ള ഒരു ജാറമാണ് പെരുമ്പടപ്പ് പുത്തമ്പള്ളി ജാറം. അവിടെ ആ കബറിൽ കിടക്കുന്ന മണൽ,
ആ മണൽ വിശ്വാസികൾക്ക് നൽകുകയും അവിടെ ചെല്ലുന്ന വിശ്വാസികൾ ആ മണൽ വെള്ളത്തിലിട്ട് കുടിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിയത് ഒരു 75 കൊല്ലമായി. ഇതും മുസ്ലിം സമുദായത്തിൽ ഇന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പുരോഹിതന്മാരുടെ പിൻബലത്തോടെ അവരുടെ സകലവിധ ആശീർവാദങ്ങളോടും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഇന്ത്യയിൽ വളരെ കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ മതസ്ഥാപനമാണ് വെല്ലൂർ ബാക്കിയാത്ത് അറബിക് കോളേജ്, BSA കോളേജ്, ബാക്കിയാത്ത് സ്വാലിഹാത്ത് അറബിക് കോളേജ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് പറയപ്പെടുന്ന പേരാണ് മൗലവി ഫാദിൽ ബാക്കവി അഥവാ MFB എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നവരാണ്. കാലങ്ങൾ ഏറെയായി മുഹമ്മദ് നബിയുടെ ഒരു മുടി അവിടെയുണ്ടെന്ന ഉറച്ച വിശ്വാസം അവിടെ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കുമുണ്ട്. എല്ലാ വർഷവും റബീഉൽ അവ്വൽ 12 വലിയ ഒരു ഹൗലിൽ, ഒരു ടാങ്കിൽ ഈ മുടി മുക്കുകയും ആ വെള്ളം കുടിക്കുകയും കുടിപ്പിക്കുകയും തമിഴ്നാട്ടിൽ നിന്ന്, വെല്ലൂർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്, അവിടെ നിന്ന് കേരളത്തിന്റെ എല്ലാ മുക്കിലേക്കും മൂലകളിലേക്കും ആ വെള്ളം വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ചതുപോലെ കശ്മീരിലെ ഹസ്രത്ത് ബാൽ മസ്ജിദ്, ഹിന്ദിയിലും ഉറുദുവിലും ബാൽ എന്ന് പറഞ്ഞാൽ മുടി എന്നാണ് അർത്ഥം. അങ്ങനെ ഒരുപാട് കാലങ്ങളായി മുടി അവിടെ വിതരണം ചെയ്യപ്പെടുന്നു, അതല്ലെങ്കിൽ മുടി അവിടെ വ്യവസായം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു മേഖലയാണ് ഈ മേഖല. ആരാധകർ പല രൂപത്തിലും ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഉണ്ടായിട്ടുണ്ട്, പല വിധത്തിലും പല രൂപത്തിലുമാണ്. നമുക്കറിയാം, സിനിമാ രംഗത്ത് നഗ്നയായും അർദ്ധനഗ്നയായും ഒരുപാട് കാലം ഓടിയ ഒരാളാണ് സിൽക്ക് സ്മിത. അവൾ കടിച്ച ആപ്പിൾ വലിയ ഭീമമായൊരു സംഖ്യയ്ക്ക് ലേലം വിളിച്ചെടുത്തത് നാം കേട്ടിട്ടുണ്ട്, നാം അറിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ അബുൽ അഅ്ല മൗദൂദിയെ കുറിച്ച് ഒരല്പം നന്നായി പറയേണ്ടതുണ്ട്. അബുൽ അഅ്ല മൗദൂദി കേരള മുസ്ലിങ്ങളിൽ ഒരുപാട് നല്ല ചിന്തകൾക്ക് അദ്ദേഹം തിരികൊളുത്തിയിട്ടുണ്ട്. അദ്ദേഹം 1941 ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, മുഖവിലക്കെടുക്കേണ്ടുന്ന വാക്കാണ്, ചരിത്രത്തിൽ എഴുതി വെക്കപ്പെടേണ്ടുന്ന ഒരു വാക്കാണ്. പക്ഷേ ആ വാക്കിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് ആയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അതിൽ നിന്ന് ഒരുപാട് പിറകോട്ട് പോകുകയാണ് ഉണ്ടായത്. ഖേദകരം. അദ്ദേഹം പറഞ്ഞു, പാരമ്പര്യമായി എനിക്ക് കിട്ടിയിട്ടുള്ള ഇസ്ലാം എന്ന മാല ഞാനിതാ ഇപ്പോൾ ഇവിടെ വെച്ച് പൊട്ടിച്ചു വലിച്ചെറിയുന്നു. ഇന്ന് ഞാൻ ഒരു നവ മുസ്ലിമാണ് എന്ന് അദ്ദേഹം തുറന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. വളരെ ശ്രദ്ധേയമായൊരു പ്രഖ്യാപനമാണത്. പാരമ്പര്യമായി എനിക്ക് കിട്ടിയ ഇസ്ലാം എന്ന മാല, ആ പാരമ്പര്യമായി കിട്ടിയ ഇസ്ലാം എന്ന മാല നമുക്കെല്ലാവർക്കും അറിയാം. നിലവിൽ ഇവിടെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആനിനെ വളരെ മോശമായ രൂപത്തിൽ വലിച്ചെറിയുകയും ആ ഖുർആനിന്റെ സ്ഥാനത്ത് മറ്റ് പലതിനെയും പ്രതിഷ്ഠിക്കുകയും ചെയ്തതുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദര മൂല്യങ്ങളിൽ നിന്ന് ഇവിടുത്തെ സകല ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും പുറകോട്ട് പോകേണ്ടതായി വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ലാഹോറിൽ വെച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം, ഇവിടെ അദ്ദേഹം മനസ്സിലാക്കിയ ഇസ്ലാം, അദ്ദേഹം പരിചയപ്പെട്ട ഇസ്ലാം, അദ്ദേഹത്തിന്റെ പാരമ്പര്യമായി കിട്ടിയ ഇസ്ലാം, ആ ഇസ്ലാം സത്യത്തിൽ ഖുർആനിൽ നിന്ന് വളരെ വിദൂരമായി സ്ഥിതി ചെയ്യുന്ന ഒരു ഇസ്ലാമാണ്. ആ ഇസ്ലാം ശരിയായി ഖുർആൻ പഠിക്കാത്തത് കൊണ്ട് ഈസാ നബി ഇന്നും മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമാണ്. അതേപോലെ തന്നെ വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ് വമാ കാനൂ മിനൽ ഖാലിദീൻ. ഓ നബി, അങ്ങേക്ക് മുൻപ് ഒരൊറ്റ മനുഷ്യനും ഈ ഭൂമുഖത്ത് ശാശ്വതവാസം നാം അനുവദിച്ചിട്ടില്ല. അവരാരും ഇവിടെ ശാശ്വതവാസികളായിട്ടുമില്ല. എല്ലാവരും മരിക്കുന്നവരും എല്ലാവരും മരിച്ചുപോയവരുമാണ് എന്ന് തുറന്ന് അള്ളാഹു അവന്റെ തെറ്റുപറ്റാത്ത ഖുർആനിൽ,
അവന്റെ പ്രവാചകനോട് മുഹമ്മദ് നബിയോട് പ്രഖ്യാപിച്ചിട്ടും ഇസ്ലാമിനെ അതല്ല ഖുർആനിനെ ഒന്നാം പ്രമാണമായി സ്വീകരിച്ചിട്ട് പോലും ഖുർആനിലെ ഈ പ്രഖ്യാപനം ചെവികൊള്ളാൻ ഇവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർക്ക് സാധിച്ചില്ല എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഇങ്ങനെ ഖുർആൻ എന്തൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിച്ചുവോ ആ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അവഗണിച്ച് പുറന്തള്ളിക്കൊണ്ട് മറ്റു പലതിനെയും പ്രതിഷ്ഠിച്ചപ്പോൾ അവർക്ക് പിണഞ്ഞു പോയിട്ടുള്ള അപകടങ്ങളാണ് ഇത്തരം. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ. ഓ മനുഷ്യരെ, ഇതാണ് എന്റെ മാർഗം, സത്യമായ മാർഗം, ഋജുവായ മാർഗം, ചൊവ്വായ മാർഗം. അതുകൊണ്ട് ഫത്തബിഊഹു, നിങ്ങൾ ആ മാർഗത്തെ പിന്തുടരണം. വലാ തത്തബിഉസ് സുബുൽ, മറ്റൊരുപാട് മാർഗങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം, പക്ഷേ പിന്തുടർന്നു പോകരുത്. എന്തേ കാര്യം? ഫതഫറഖ ബികും അൻ സബീലിഹി, ആ മാർഗങ്ങൾ ഖുർആൻ വിരുദ്ധമായ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, അവന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വിദൂരം പിറകോട്ട് പോകേണ്ടി വരും. നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകും. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാകാൻ വേണ്ടി, നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നവരാകാൻ വേണ്ടി, നിങ്ങൾ സത്യസന്ധമായി ജീവിക്കുന്നവരാകാൻ വേണ്ടി അള്ളാഹുവിന് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്, വസിയ്യത്ത് ചെയ്യാനുള്ളത് ഇതാണ്. ഇത്തരം സുന്ദരമായ ആദർശങ്ങളെ കൈവടിച്ചു ഒഴിഞ്ഞുകൊണ്ട് പാരമ്പര്യമായി കിട്ടിയ ഇസ്ലാം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഇസ്ലാം എന്ന മാലയെയാണ് അദ്ദേഹം പൊട്ടിച്ചു വലിച്ചെറിഞ്ഞത്. പിന്നീട് സുന്നി വിഭാഗക്കാരിൽ നിന്നും മുജാഹിദ് വിഭാഗക്കാരിൽ നിന്ന് പോലും ഈ ഒരു പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനക്കാരും ഈ വിഷയത്തിൽ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഖുർആനികമായി അന്ന് അദ്ദേഹം നടത്തിയത് നല്ല ഒരു പ്രഖ്യാപനമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് നല്ല ആശയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിന് പോലും അത് ഉൾക്കൊള്ളാനാകാത്ത രൂപത്തിൽ, ഒപ്പം അദ്ദേഹം തീവ്രവാദ ആശയങ്ങൾ ഇവിടെ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഞാൻ ഇവിടെ മറച്ചു വെക്കുന്നില്ല. പക്ഷേ ഒരുപാട് നല്ല ആശയങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ആദ്യകാലങ്ങളിൽ ശരിയായ ഇസ്ലാമിക ചരിത്രങ്ങൾ ശരിയായ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് മുആവിയ പോലുള്ള ഇസ്ലാമിന്റെ യഥാർത്ഥ ശത്രുക്കളെ, അതേപോലെ തന്നെ യസീദിനെ പോലെയുള്ള ശത്രുക്കളെ അദ്ദേഹം തുറന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ചരിത്രങ്ങൾ ശരിയായ രൂപത്തിൽ വരച്ചു കാണിച്ചിരുന്നു. പക്ഷെ അവിടുന്നെല്ലാം ഒരുപാട് പുറകോട്ട് പോയിക്കൊണ്ടാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രത്തോളം ഇവർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിയെന്നറിയപ്പെടുന്ന ആ അബുൽ അഅ്ല മൗദൂദിയുടെ പേന പിന്നീട് പാക് ജമാഅത്ത് ലേലം വിളിച്ചത് 25 ലക്ഷം രൂപക്കാണ്. നിഷേധിക്കാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെയും നടന്നത് നേരത്തെ സിൽക്ക് സ്മിതയുടെ അവൾ കടിച്ച ആപ്പിൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50,000-നാണെന്ന് തോന്നുന്നു, അത് ലേലം വിളിച്ചു. അത് അവളുടെ ആരാധകരാണ്. ഇതേപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അബുൽ അഅ്ല മൗദൂദിയുടെ പേന 25 ലക്ഷം രൂപയ്ക്ക് വിളിച്ചവരും അദ്ദേഹത്തിന്റെ ആരാധകരും പൂജകരുമാണ്, അദ്ദേഹത്തെ പൂജിക്കുന്നവരാണ്. പക്ഷേ ഇസ്ലാമിൽ ഇത്തരം ഒരു പൂജയില്ല എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കാരണം ഇതിനൊക്കെ മുൻപ് നമ്മൾ ചില വിഷയങ്ങൾ മനസ്സിലാക്കുക. മുടിയാണല്ലോ ഇവിടെ വിഷയം. നമ്മുടെയൊക്കെ ഭക്ഷണത്തിൽ പലപ്പോഴും ചില വീടുകളിൽ നിന്നൊക്കെ മുടി കിട്ടാറുണ്ട് ഭക്ഷണത്തിൽ നിന്ന്. ആരുടെ മുടിയാണ്? നമ്മുടെ വീട്ടിൽ പാകം ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ഭാര്യമാരാണ്. നമ്മുടെ സുഖം, നമ്മുടെ ദുഃഖം, നമ്മുടെ കൂടെ എല്ലാ സുഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹധർമ്മിണി, അവളുടെ ചൂട്, അവളുടെ എല്ലാം നമുക്ക് അനുഭവിക്കുന്നുവെങ്കിൽ ഭക്ഷണത്തിൽ ഒരു മുടി വീണാൽ നാം അത് സഹിക്കുന്നില്ല. ചില ചൂടുള്ള ആണുങ്ങളാണെങ്കിൽ അവരുടെ കൈച്ചൂട് അപ്പോൾ തന്നെ ഭാര്യമാർ അറിയുകയും ചെയ്യും. പക്ഷേ ഭാര്യയെ നമുക്ക് ഇഷ്ടമാണ്, അവളുടെ സാന്നിധ്യം നാം ആഗ്രഹിക്കുന്നു, അവളുടെ അസാന്നിധ്യം നാം ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് പോലും അവളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായ മുടി
ഭക്ഷണത്തിൽ നിന്ന് അറുപ്പോടെ എടുത്തു കളയുകയും ആ ഭക്ഷണം തന്നെ വേണ്ടെന്ന് വെക്കുന്നവരുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിനപ്പുറത്തുള്ള കുറെ ആളുകൾ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ആരാണ് ഇവിടെ മുസ്ലിങ്ങൾ എന്ന് നോക്കാൻ? എന്താണ് ഇവിടെ മുസ്ലിങ്ങൾ? എന്താണ് ഇവരുടെ പ്രവർത്തനം? എന്തൊക്കെയാണ് ഇവിടെ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുന്നത്? ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഇവിടെ ബുദ്ധിയുള്ള, ചിന്തയുള്ള, പേപ്പർ വായിക്കുന്ന ഒരു ആഭാലവൃതം ജനങ്ങൾ ഇവിടെയുണ്ട്. സമുദായത്തിനകത്തും പുറത്തുമുണ്ട്. ശത്രുക്കളും മിത്രങ്ങളുമുണ്ട്. ഇവരുടെ മുന്നിൽ ഇസ്ലാമിന്റെ സന്ദേശമായി നമുക്ക് വെക്കാനുള്ളത് എന്താണ്? ഖുർആൻ എന്താണ് പഠിപ്പിക്കുന്നത്? ഒരു തരത്തിലുള്ള പൂജയും വെച്ചു പൊറുപ്പിക്കാത്ത ഒരു പ്രത്യയ ശാസ്ത്രമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ മഹത്വം തന്നെ അതാണ്. ഇതിനു മുൻപ്, ഇസ്ലാമിന്റെ മുൻപ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ അനുയായികളിൽ നിന്ന്, അവരുടെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുകയും പ്രവാചകന്മാരിൽ നിന്ന് 100% അകലുകയും ചെയ്ത ആളുകൾ അവരുടെ ഫോട്ടോ വെച്ച് ആരാധന തുടങ്ങിയപ്പോഴാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്. ഇതിനു മുൻപ് ഒരു കൊല നടന്ന ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ആ സമയത്തൊന്നും പ്രവാചകനെ അയച്ചതായി ഖുർആൻ പറയുന്നില്ല. അതേസമയം മനുഷ്യർ ആരാധനാപരമായി, വിശ്വാസപരമായി ശരിയായ ദിശയിൽ നിന്ന് അകലുകയും മറ്റു ഒരു അവിഹിതമായ മാർഗം കണ്ടെത്തുകയും ചെയ്തപ്പോൾ നൂഹ് നബിയെ അദ്ദേഹത്തിലേക്ക് നാം പ്രവാചകനായി നിയോഗിച്ചു. അദ്ദേഹം ഈ അന്ധതക്കെതിരെ, ഈ അനാചാരത്തിനെതിരെ, ഈ അന്ധവിശ്വാസത്തിനെതിരെ അദ്ദേഹം സന്ധിയില്ലാ സമരം നടത്തി. ഇന്നി ദഅൗതു ഖൗമി ലൈലം വനഹാറ. രാപ്പകൽ ഭേദമന്യേ, രാവും പകലും ഞാൻ ഈ ജനങ്ങളെ ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. എത്രത്തോളം ഞാൻ സത്യത്തിലേക്ക് അവരെ ക്ഷണിച്ചിട്ടും ആ ക്ഷണം പലപ്പോഴും അവർക്ക് ഫലം ചെയ്യുന്നില്ല എന്നൊക്കെ അദ്ദേഹം വിഷമിക്കുന്നത് ഖുർആനിൽ കാണാം. പക്ഷേ ഇസ്ലാമിന്റെ സുന്ദരമായ സംസ്കാരം മുഹമ്മദ് നബി പഠിപ്പിച്ചു. ഖുർആനിലൂടെ മുഹമ്മദ് നബിയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. ഖുൽ, ഓ നബി, അങ്ങ് പ്രഖ്യാപിച്ചേക്കണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഓ പ്രവാചക, അങ്ങ് പ്രഖ്യാപിക്കണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ്. ഭാഷ പഠിച്ചവർക്കറിയാം, ഇന്നമ എന്ന് പറയുന്ന വാക്കിന് ഹസറുണ്ട്. അതിന്റെ ഹസർ എവിടെയാണ്? താലിയുടെ താലിയിലാണ്, അടുത്തതിന്റെ അടുത്തതിൽ. ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്. ഞാൻ മാത്രമാണ് ഒരു മനുഷ്യനെന്നല്ല. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ്. ഞാനും നിങ്ങളും വഴിപിരിയുന്ന ഒരുപാട് മേഖലയുണ്ട്, ഒരുപാട് വഴികളുണ്ട്. അതേതാ? യൂഹാ ഇലൈ, എനിക്ക് സന്ദേശം അറിയിക്കപ്പെടുന്നുണ്ട്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നമ്മുടെ രക്ഷകൻ, നാം എത്തിപ്പെടേണ്ടത്, നമ്മുടെ ആരാധ്യൻ, ഈ പ്രപഞ്ചത്തിന്റെ ഉടമയായ, ഈ സർവശക്തനായ അള്ളാഹു മാത്രമാണ്. എന്ത് സന്ദേശം എനിക്കറിയിക്കപ്പെടുന്നു? ഞാൻ ദൂതനാണ്, നിങ്ങൾക്ക് ദൗത്യമില്ല. എനിക്ക് നുബുവത്തുണ്ട്, നിങ്ങൾക്ക് നുബുവത്തില്ല. എനിക്ക് വഹിയുണ്ട്, നിങ്ങൾക്ക് വഹിയില്ല. ഈ വ്യത്യാസങ്ങൾ. അതല്ലാതെ മനുഷ്യൻ എന്ന നിലക്ക് ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന്, ഒരു വ്യത്യാസവുമില്ലെന്ന് ഖുർആൻ 2 തവണ പ്രഖ്യാപിച്ചു. 2 തവണ ഖുർആൻ പ്രഖ്യാപിച്ചു. മറ്റൊരിടത്ത് ഖാലത്ത് ലഹും റുസുലുഹും ഇന്നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും, പ്രവാചകന്മാർ ഒരാൾ വിടാതെ എല്ലാവരും ഒരുപോലെ പറഞ്ഞു. എന്തെന്ന്? ഇന്നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും, ഞങ്ങൾ നിങ്ങളെപ്പോലത്ത മനുഷ്യർ മാത്രമാണ്, ഒരു വ്യത്യാസവും ഞങ്ങൾക്കില്ല. അപ്പോൾ പ്രവാചകർ സാധാരണ മനുഷ്യരാണെങ്കിൽ പ്രവാചകരുടേത് സകലതും സാധാരണ മനുഷ്യരുടേത് തന്നെ. അവരുടെ കണ്ണും കാതും മൂക്കും എല്ലാം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറ്റു മനുഷ്യരുടേത് പോലെ തന്നെ. മറ്റു മനുഷ്യരുടെ കേശമടക്കമുള്ള യാതൊരു വസ്തുവിനും പൂജയോ പ്രത്യേക ആരാധനയോ ബഹുമാനവോ സങ്കല്പിക്കാനോ അതല്ലെങ്കിൽ വകവെച്ചു കൊടുക്കാനോ പാടില്ലാത്തതുപോലെ പ്രവാചകന്മാരുടേതിനും പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം പ്രവാചകന്മാർക്കിടയിൽ
ഒരു തരത്തിലുള്ള വ്യത്യാസവും കാണിക്കാൻ പാടില്ലെന്ന് ഖുർആൻ 3-4 തവണ പ്രഖ്യാപിച്ചിട്ടും ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ ആകാശത്തുനിന്ന് പൊട്ടിവീണവരാണെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്ന ആളുകൾ ഇന്നും ഓരോ വരികളിലും ഓരോ വിഷയങ്ങളിലും മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 100% വ്യത്യസ്തതയും വൈജാത്യവും പുലർത്തുന്നവരാണ് എന്ന് പറയാതിരിക്കവയ്യ. ഓ പ്രവാചക, അങ്ങ് പ്രഖ്യാപിക്കണം. എന്തെന്ന്? ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ് വല്ലസ്ബാത്ത് വമാ ഊതിയ മൂസാ വഈസാ വന്നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. ഖുർആൻ 2:136 അതേപോലെ 3:84 വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ഓ പ്രവാചക, അങ്ങ് പ്രഖ്യാപിക്കണം. എന്തെന്ന്? ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ, അല്ലാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് അദ്ദേഹത്തിന്റെ സന്തതികളും അതേപോലെ ഈസാ, മൂസ എന്നീ പ്രവാചകന്മാർക്കും വമാ ഊതിയൻ നബിയ്യൂന മിർ റബ്ബിഹിം, അല്ലാഹുവിങ്കൽ നിന്ന് ആരൊക്കെ എവിടൊക്കെ പ്രവാചകന്മാരായി വന്നിട്ടുണ്ടോ അവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ മുഴുവനിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഓ നബിയെ അങ്ങ് പറയണം. പോരാ. ഖൂലൂ ആമന്നാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വല്ലസ്ബാത്ത് വമാ ഊതിയ മൂസാ വഈസാ വന്നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. ഓ നബി, അങ്ങടക്കമുള്ള ലോകത്തുള്ള സകല വിശ്വാസികളും പറഞ്ഞേക്കണം. എന്തെന്ന്? ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും അതേപോലെ ഇബ്രാഹിം, ഇസ്മായിൽ, യാക്കൂബ്, ഇസ്മായിൽ, ഇസ്ഹാഖ്, അസ്ബാത്ത് അദ്ദേഹത്തിന്റെ സന്തത പരമ്പരകളിലും ഈസാ, മൂസ അതേപോലെ സകല പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, ഒരൊറ്റ പ്രവാചകന്മാർക്കിടയിലും ഒരൊറ്റ രൂപത്തിലുള്ള വ്യത്യാസവും ഞങ്ങൾ സങ്കല്പിക്കുകയില്ല, ഞങ്ങൾ അനുവദിക്കുകയില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഇത് ഞങ്ങളോട് പറയുന്ന സൃഷ്ടാവിനെ അക്ഷരം പ്രതി സ്വീകരിക്കുന്നവരും അംഗീകരിക്കുന്നവരുമാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണമെന്ന് ലോക ജനതയോട്, പ്രത്യേകിച്ചും മുഹമ്മദ് നബിയോട് വിശേഷിച്ചും ഖുർആൻ പഠിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഫലമെന്ത്? ഇത്രത്തോളം പ്രഖ്യാപനം ഖുർആൻ നടത്തിയിട്ടും മുഹമ്മദ് നബിയുടെ ജനനം മുതൽ മരണം വരെ മാത്രമല്ല, മരണത്തിന് ശേഷവും മറ്റ് പ്രവാചകന്മാരെയും അദ്ദേഹത്തെയും കൂടി വേർതിരിച്ച മേഖലകൾ അവസാനിക്കുന്നില്ല എന്നതാണ് സങ്കടകരം, ഖേദകരം. ഇവിടുത്തെ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന സംഘടനകൾ മേലിലെങ്കിലും കണ്ണു തുറക്കണമെന്നാണ് അള്ളാഹുവിന്റെ പേരിൽ, അവന്റെ ഖുർആനിന്റെ പേരിൽ വളരെ വിനയത്തോടുകൂടി എനിക്ക് അപേക്ഷിക്കാനുള്ളത്. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് നബിയുടെ ജനനം എങ്ങനെയായിരിക്കണം? അദ്ദേഹം ജനിച്ചത് പ്രവാചകനായിട്ടല്ല എന്ന് ലോകം മുഴുവൻ ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന വിഷയത്തിൽ പിന്നെ അഭിപ്രായ വ്യത്യാസത്തിന് സ്ഥാനമില്ലല്ലോ. അദ്ദേഹം ജനിച്ചു 40 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പ്രവാചകനായത് എന്ന് ഇവിടുത്തെ സംഘടനകൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെയും വഹബിന്റെ പുത്രി ആമിനയുടെയും മകനായി മക്കത്ത് ജനിച്ചു. ജനിച്ചതിന് ശേഷം ഇവിടുത്തെ ചരിത്രങ്ങൾ പറയുന്ന രൂപത്തിൽ മുഹമ്മദ് എന്ന് പേരിട്ടത് അദ്ദേഹത്തിന്റെ വല്ലിപ്പയാണ്, അല്ലെങ്കിൽ വല്ലിപ്പയാണ്. അങ്ങനെ ഒരു സാധാരണക്കാരിൽ സാധാരണ മനുഷ്യനായി അദ്ദേഹം വളർന്നു വലുതായി. പക്ഷേ സംഘടനകൾ വിടുന്നില്ല. സംഘടനക്കാരെന്ത് പറയുന്നു? അദ്ദേഹം ജനിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതെന്താണ്? ഒന്നാമത്തെ പ്രത്യേകത, അദ്ദേഹം ജനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലിംഗാഗ്ര ചർമ്മം ഛേദിക്കപ്പെട്ട രൂപത്തിലായിരുന്നു, അഥവാ സുന്നത്ത് കല്യാണം നടന്നിരുന്നു എന്ന്. ഇത് പറയാൻ ഒരു കാരണമുണ്ട് കേട്ടോ. ഇത് പ്രചരിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. അതെന്താ?
മുഹമ്മദ് നബിയുടെ മാർക്ക കല്യാണം കഴിഞ്ഞു എന്നതിന് ഭൂലോകം മുഴുവനും നമ്മളെന്താ പറയാ, തിരിയിട്ട് തെരഞ്ഞാൽ ഒരു ദുർബലങ്ങളിൽ ദുർബലമായ ഹദീസിന്റെ പണ്ഡിതന്മാർ മൊത്തത്തിൽ തള്ളിയ ഒരു ഹദീസ് പോലും ലഭ്യമല്ല. ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. മുഹമ്മദ് നബിയുടെ സുന്നത്ത് കല്യാണം കഴിച്ചു എന്നതിനെ ദുർബലങ്ങളിൽ ദുർബലമായ ഒരു ഹദീസ് പോലും ഇല്ല എന്ന് വന്നപ്പോൾ, മക്കം ഫതഹിന്റെ അന്ന് ആയിരക്കണക്കിന് ആളുകൾ മുസ്ലിങ്ങളായപ്പോൾ ഒരാളുടെയെങ്കിലും പേര് മാറ്റിയതിനോ അതല്ലെങ്കിൽ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചതിനോ തെളിവ് പറയാൻ ഇല്ലെന്ന് വന്നപ്പോൾ മുഹമ്മദ് നബിയുടേത് അത് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കാരണം ജനിച്ചു വന്നപ്പോൾ തന്നെ അങ്ങനെയായിരുന്നു എന്ന കഥ പ്രചരിപ്പിക്കുകയുണ്ടായി. ഇനി അങ്ങോട്ട് അവസാനിക്കുന്നില്ല. മുഹമ്മദ് നബിയുടെ ചെറുപ്രായത്തിൽ ഒരു വലിയ സർജറി കഴിഞ്ഞുപോൽ, ഒരു വലിയ സർജറി. അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ഉമ്മു ഐമൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻപാകെ വെച്ച് ജിബ്രീൽ എന്ന മലക്കും മറ്റും വന്ന് ഹൃദയം പച്ചയിൽ കീറി മുറിക്കുകയും ഹൃദയത്തിനടുത്തുള്ള ഒരു കറുത്ത സാധനം പുറത്തേക്കെടുത്ത് മറ്റെന്തോ അതിൽ നിറക്കുകയും ചെയ്തു എന്ന് മുസ്ലിം ലോകം എന്ന് ഞാൻ പറഞ്ഞാൽ അത് വലിയ തെറ്റായി പോകും. മുസ്ലിം സമുദായം അഥവാ 98% ആളുകളും ഒരുപോലെ വിശ്വസിക്കുന്നു. മാത്രമല്ല മുഹമ്മദ് നബിയുടെ ജീവിതവുമായി പിന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ. അദ്ദേഹത്തിന്റെ ജനിച്ചപ്പോഴേക്ക് പടച്ചവൻ പറയുന്ന എന്താണെന്നറിയോ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ നബി, അങ്ങ് ലോകത്തിന് അനുഗ്രഹമാണെന്നാണ്. ഇത് ഖുർആൻ പറഞ്ഞതാണ്. പക്ഷേ സുന്നി ലോകം പ്രചരിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതെന്താ? ലൗലാക ലമാ ഖലഖത്തുൽ അഫ്ലാഖ്. നബി എന്നല്ലായിരുന്നുവെങ്കിൽ ലോകം ഉണ്ടാകുമായിരുന്നില്ല. ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ലോകം ഉണ്ടായതിന്റെ പേരിലാണ് നബി വേണ്ടി വന്നത്. ലോകം ഉണ്ടായതിന്റെ പേരിൽ, ആ ലോകത്ത് ജനങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ ജനങ്ങളെ നല്ല മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ പ്രവാചകന് വേണ്ടി വന്നു. ഇവര് പറഞ്ഞു വരുമ്പോ എന്താണ്ടായെന്നറിയോ? നബിനെങ്ങനെ ആദ്യം സൃഷ്ടിച്ചു, നബിക്ക് പേടിയായപ്പോൾ ഒരു ലോകം സൃഷ്ടിച്ചു എന്നാണ്. ഇനി ഇവിടെ മുജാഹിദിനെ മാറ്റി നിർത്തുകയാണ്. മുജാഹിദ് ജമാഅത്തുകാരെ ഇവിടെ ഞാൻ മാറ്റി നിർത്തുകയാണ്. ഇവിടെ സുന്നികൾ മാത്രമേ ഉള്ളൂ ഈ പ്രതിപട്ടികയിൽ. മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങൾ. മുഹമ്മദ് നബിക്ക് ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി. എന്താണത്? മേറാജ് ദിവസം കോണി ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം വീഴാൻ പോയപ്പോ അദ്ദേഹത്തെ ചുമല് കാണിച്ചു കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തിയത് പിന്നീട് 6 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ജനിച്ച മൊഹീദ്ദീൻ ശൈഖാണ്. ഇത് സുന്നികൾ. ഇങ്ങനെ മുഹമ്മദ് നബിയെ പുകഴ്ത്തി നമ്മുടെ ഇപ്പോൾ മുടിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ മുസ്ലിയാർ ഏതാണ്ട് 24 വർഷം മുൻപ് പറഞ്ഞത് എന്താണെന്നറിയുമോ? മുഹമ്മദ് നബി മനുഷ്യനല്ല എന്നാണ്. മുഹമ്മദ് നബി മനുഷ്യനല്ല. ഞങ്ങൾ ഒന്നും പ്രൂഫില്ലാതെ സംസാരിക്കാറില്ല. ആധികാരികമായി ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് സംസാരിക്കാറുള്ളത്. കൊട്ടപ്പുറം സംവാദം, അദ്ദേഹത്തിന് നുണ പറഞ്ഞതിൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സംവാദമാണത്. ആ സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞതും പിന്നീട് ഒരു പുസ്തകമായി രചിക്കപ്പെട്ടതുമായ ഒരു സംവാദം, കൊട്ടപ്പുറം സംവാദം എന്ന പേരിൽ പുസ്തകം ലഭ്യമാണ്. ആ പുസ്തകത്തിൽ ഖുർആനിലെ ഒരു മുജാഹിദുകളെ പറ്റിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ആയത്തോതിയിട്ട് നുണ പറഞ്ഞത് കേൾക്കണോ നിങ്ങൾക്ക്? ഓ നബിയെ, അങ്ങ് പറയണം, ഖുൽ ലാ അഖൂലു ലക്കും ഇന്നി അഅലമുൽ ഗൈബ. ഓ നബിയെ, അങ്ങ് പറയണം ജനങ്ങളോട്, ലാ അഖൂലു ലക്കും, എനിക്ക് വാദമില്ല, അഥവാ ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്തെന്ന്. ഇന്നി അഅലമുൽ ഗൈബ, അദൃശ്യജ്ഞാനം എനിക്കറിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതേപോലെ വലാ അഖൂലു ലക്കും ഇന്നി മലക്ക്, ഞാൻ ഒരു മലക്കാണ് എന്ന വാദവും എനിക്കില്ല, അഥവാ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇതിന് മൂപ്പരെന്താ അർത്ഥം വെച്ചെന്നറിയോ?
അർത്ഥം ദുർവ്യാഖ്യാനിക്കുന്നതിന് ഓസ്കാർ അവാർഡ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് അദ്ദേഹമായിരിക്കും അർഹൻ എന്നതിൽ ഒരു തർക്കമില്ല. അദ്ദേഹം അർത്ഥം വെച്ചത്, ഓ നബിയെ അങ്ങ് പറയണം എന്ത്, ലാ അഖൂലു ലക്കും, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല. എന്തെന്ന്? ഇന്നി ആലിമുൽ ഗൈബ, അദൃശ്യ കാര്യങ്ങൾ അറിയും എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ഞാൻ അറിയാൻ ഞാൻ അറിയും. അതേപോലെ വലാ അഖൂലു ലക്കും ഇന്നി മലക്ക്, ഞാൻ മലക്കാണ് എന്നും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ അവിടെ നിർത്തി, ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പിന്നെയുള്ള അവകാശവാദം എന്താണെന്നറിയോ? മുഹമ്മദ് നബി പരോക്ഷമായി മനുഷ്യനും അല്ല, പ്രത്യക്ഷമായി മനുഷ്യനും പരോക്ഷമായി വേറെന്തോ ഒരു സാധനമാണോ എന്നാണ്. ഖുർആൻ എന്താ പഠിപ്പിച്ചത്? ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലോത്ത പച്ച മനുഷ്യൻ. എനിക്ക് തലവേദന ഉണ്ടാകും, ഞാൻ മനുഷ്യനാ. പനി പിടിക്കും. നിങ്ങൾ ആരെങ്കിലും എന്നെ കല്ലെടുത്തെറിഞ്ഞാൽ എനിക്ക് വേദനിക്കും. അല്ലേ? അദ്ദേഹത്തിനുണ്ടായ വേദനകൾ പലതും ഖുർആനിലില്ലേ? കാണുന്ന ചരിത്രത്തെ മുഴുവനും പ്രമാണമാക്കി നടക്കുന്നവർ എഴുതി വെച്ചിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ഏറുകൊണ്ടത്, വിരൽ മുറിഞ്ഞു പോയത്, അദ്ദേഹത്തിന്റെ മകൻ മരിച്ചപ്പോൾ കരഞ്ഞത്, വിഷമിച്ചത്, ഇങ്ങനെ പലതും. ഇതൊക്കെ പച്ചയായ മനുഷ്യനായതുകൊണ്ടാണ്. പക്ഷേ ഏതെങ്കിലും ഒരു പ്രവാചകൻ, അദ്ദേഹത്തിന്റെ മുൻപ് പ്രവാചകന്മാർ ഏറെ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. മിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സസ് അലൈക. ഓ നബിയേ, മുമ്പ് കഴിഞ്ഞു പോയ ആളുകളിൽ, പ്രവാചകന്മാരിൽ അങ്ങയുടെ മേൽ ഞാൻ കഥ പറഞ്ഞു തന്നവരും കഥ പറഞ്ഞു തരാത്തവരുണ്ട്. എന്ന് പറഞ്ഞാൽ സകല പ്രവാചകന്മാരെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും താങ്കൾക്ക് ഞാൻ തന്നിട്ടില്ലെന്ന് അള്ളാഹുവാണ് പറയുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ എന്തെങ്കിലും ശേഷിപ്പുകൾ അദ്ദേഹം എടുത്തു വെച്ചോ? ഇല്ല. അദ്ദേഹം സൂക്ഷിച്ചോ? ഇല്ല. അദ്ദേഹം സൂക്ഷിക്കാൻ പറഞ്ഞുവോ? ഇല്ല. ഇനിയും സമുദായം നിന്നില്ല. സമുദായം ഇനിയും നബിയും മറ്റു പ്രവാചകന്മാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇനിയും പുരോഗമിക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മുഹമ്മദ് നബി മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് മലക്കുകൾ വന്നുപോൽ. ഇതൊന്നും ഖുർആനിലുള്ളതോ യാഥാർത്ഥ്യമോ അല്ല. മുഹമ്മദ് നബി ഇതിൽ പ്രതിയുമല്ല. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ പിന്നീട് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അസ്രായിൽ വന്നുകൊണ്ട് ചോദിച്ചുപോൽ, എന്തെന്ന്? ഞാൻ താങ്കളുടെ റൂഹിനെ പിടിക്കാൻ വന്നിരിക്കുകയാണ്. സമ്മതമാണെങ്കിൽ പിടിക്കാം, ഇല്ലെങ്കിൽ ഞാൻ പോകാം. ഇതൊക്കെ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതാ. നടക്കുവോ പരിപാടി? നടക്കൂ? നമ്മുടെ കൽപ്പന വന്നു കഴിഞ്ഞാൽ തവഫത്തുഹു റസൂലുനാ വഹും ലാ യുഫരിത്തൂൻ, നമ്മുടെ ദൂതന്മാർ ആ കൃത്യം നിർവഹിച്ചിരിക്കും. ഒരു വീഴ്ചയും അവർ വരുത്തുകയില്ല. ഇവര് അള്ളാഹുവിനെ മനസ്സിലാക്കിയത് തന്നെ തെറ്റല്ലേ? പിന്നെ നബിയെ, അള്ളാഹു എന്ന് പറയുന്നത് സൂപ്പർ പവറുള്ള ട്രാൻസ്ഫോർമറാണ് പോൽ. നേരിട്ട് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫ്യൂസായി പോകും. ശരിയാ, വിശ്വാസം എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ കണക്ഷൻ എടുക്കൊന്നും വേണ്ട, അപ്പൊ അതിന് മുൻപ് തന്നെ ഫ്യൂസായി പോകും. അതാ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൂപ്പർ പവറുള്ള ട്രാൻസ്ഫോർമറിൽ നിന്ന് പോസ്റ്റിലേക്ക് എടുക്കണം, പോസ്റ്റിൽ നിന്ന് കണക്ഷൻ എടുക്കണം, അങ്ങനെ പ്ലഗിലേക്ക് എടുക്കണം. അങ്ങനെ എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് പടച്ചോൻ. അതുകൊണ്ട് അള്ളാഹുവിനെ നേരിട്ട് വിളിക്കാൻ പാടില്ല, അള്ളാഹുവിലേക്ക് നേരിട്ട് പോകാൻ പാടില്ല. പ്രധാനമന്ത്രിയെ കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? നേർക്കുനേരെ ഇല്ല. കുഞ്ഞാടുകൾ തലകുലിക്ക് സമ്മതിക്കുന്നു, പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് നേർക്കുനേരെ പോകാൻ കഴിയില്ല. പിന്നെന്ത് വേണം? മന്ത്രിയെ പിടിക്കണം. മന്ത്രിയുടെ അടുത്ത് നേർക്കുനേരെ പോകാൻ പറ്റുമോ? ഇല്ല. MLA പിടിക്കണം. MLA അടുത്തേക്ക് നേർക്കുനേരെ പോകാൻ പറ്റുമോ? പരിഗണിക്കുമോ? ഇല്ല. അപ്പൊ വേറെ ആളെ പിടിക്കണം, പഞ്ചായത്ത് മെമ്പറെ പിടിക്കണം. അങ്ങനെ പ്രസിഡന്റ്, അങ്ങനെ ചെറിയ ചെറിയ ചോട്ടാ നേതാക്കന്മാരെ പിടിച്ച് സൂപ്പർ പവറുള്ള പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ. എന്നതുപോലെ സൂപ്പർ പവറുള്ള അള്ളാഹുവിലേക്ക് നേർക്കുനേരെ നിങ്ങൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂസായി പോവും മോമിനീങ്ങളെ എന്ന് പറഞ്ഞപ്പോ മോമിനീങ്ങൾ അട്ടഹസിച്ചു, അല്ലാഹു അക്ബർ.
അള്ളാഹു അബൂബക്കർ എന്ന് പറയാൻ വല്ല മൗനം കൊണ്ട് ജനങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കൂടി പറയാൻ കാലം ഏറെയുണ്ടാകില്ല. കാരണം ഇദ്ദേഹം തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്, സ്വപ്നം ഇസ്ലാമിൽ തെളിവല്ല എന്ന്. ലേഖനം എഴുതി, പുസ്തകം എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം തന്നെ. സ്വപ്നം ഇസ്ലാമിൽ തെളിവല്ല, ഇസ്ലാമിൽ തെളിവുള്ള ഏക സ്വപ്നം പ്രവാചകന്മാരുടേത് മാത്രമാണ്. ഈ മുടി പുലിവാല് പിടിച്ച ഈ മുടിയുടെ ആകെയുള്ള പ്രശ്നം ഉസ്താദ് കണ്ട സ്വപ്ന. അപ്പോ പ്രവാചകന്മാരുടെ സ്വപ്നത്തിന് മാത്രമേ പിൻബലമുള്ളൂ എങ്കിൽ കാന്തപുരം പ്രവാചകനാണോ? ആണെന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് വെപ്പ്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ കുഴപ്പമില്ല എന്നിടത്തൊക്കെ എത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എവിടെ എത്തി? ഈ സമുദായത്തെ നോക്കിയിട്ട് ആ പടച്ചോനും പറഞ്ഞത് എന്തെന്ന്? കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ഓ സമുദായമേ, നിങ്ങൾ എത്ര നല്ലവർ! കുന്തും ഖൈറ ഉമ്മ, സൂപ്പർ പവറുള്ള സമുദായമാണ് നിങ്ങൾ. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമുദായം. എന്താ നിങ്ങളുടെ യോഗ്യത? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ദുരാചാരങ്ങളെ നിങ്ങൾ വെടിയുകയും സദാചാരങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് യോഗ്യത. എങ്ങനെയുണ്ട് സദാചാരം? എങ്ങനെയുണ്ട് സദാചാരങ്ങളും മൂലമുള്ള പ്രഖ്യാപനങ്ങളും പ്രോത്സാഹനങ്ങളും? ദുരാചാരങ്ങൾ എവിടൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റുമോ അതിന്റെ മുഴുവനും വർഷങ്ങൾക്ക് മുൻപേ കുഴിച്ചു മൂടപ്പെട്ട സകല അന്ധവിശ്വാസങ്ങളും പുറത്തെടുക്കുക എന്നതാണ് ഈ പണം പിടുങ്ങുകളുടെ ഏക ലക്ഷ്യം. വളരെ യാഥാർത്ഥ്യമാണ് പറയുന്നത്, വളരെ നഗ്നമായൊരു സത്യം. എന്തെല്ലാം മുഹമ്മദ് നബിയുടെ ഇനി ഇവിടുത്തെ സംഘടനകൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഈ സമുദായത്തെ ഉന്നതിയിലേക്കും ഉയർച്ചയിലേക്കും നയിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന വ്യാജേന വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടികൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന സകല സംഘടനകളും ഒരൊറ്റ രൂപ പോലും വിദേശത്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരൊറ്റ സംഘടന ഖുർആൻ സുന്നത്ത് സൊസൈറ്റി മാത്രമാണ്. എന്തേ കാര്യം എന്നറിയോ? ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ഏക ലക്ഷ്യം ഇസ്ലാമിനെ സ്ഥാപിക്കലും സുന്നത്ത് ജമാഅത്തിനെ തകർക്കലുമാണ്. കാരണം സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ബദലായി, ഖുർആനിന് ബദലായി സാക്ഷാൽ മുആവിയ പ്രസിഡന്റായി ഉണ്ടാക്കിയിട്ടുള്ള സംഘടനയാണ്. ഖുർആൻ സുന്നത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സുന്ദരമായ മൂല്യങ്ങൾ അഥവാ ഖുർആനിക സത്യങ്ങൾ ലോകത്തിന്റെ മുന്നിൽ മുഹമ്മദ് നബി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥ അനുയായികൾ ആരാണത്? അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. അദ്ദേഹത്തിന്റെ ഈ സുന്ദരമായ ആശയങ്ങൾ കാതോർത്തപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലാക്കി അതുമായുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ സ്വദേശത്ത് ജീവിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ സ്വദേശം വിട്ടവർ, അതാണ് മുഹാജിർ. സ്വദേശം വിട്ടോടി വന്നപ്പോൾ അവർക്ക് സർവസ്വവും നൽകിക്കൊണ്ട് അവർ സ്വീകരിച്ചവർ അൻസാറുകൾ. ആ അൻസാറുകളും മുഹാജിറുകളും വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയുടെ വിഷയത്തിൽ അവരോട് പിന്തുടർന്നു വരും. അവരുടെ ആ മാർഗം പിന്തുടർന്ന ആളുകൾ രംഗത്ത് കൊണ്ടുവന്ന അവർ പ്രവർത്തിച്ച അവർ നേതൃത്വം നൽകിയതാണ് ഖുർആൻ സുന്നത്ത്.